നമ്മുടെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി, അതുപോലെ ഹോം അഫയേഴ്സ്, ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിനെല്ലാം ഞങ്ങൾ പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾ അന്വേഷണം, അതായത് ഞാൻ കൂടുതലായിട്ട് ഇതിൽ അന്വേഷിക്കുമ്പോൾ ഇതിൽ കാണുന്നത് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിൻ്റെയോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെയോ അനുമതി ആൻഡോ അഗസ്റ്റിനോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കോ സാറ്റലൈറ്റ് ചാനൽ നടത്താനായി കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്നത്. KJ ജോസ് സാറ്റലൈറ്റ് ചാനൽ ഡയറക്ടർ അപേക്ഷ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് തള്ളി. കാരണം എന്താണെന്നറിയോ? ദേശീയ സുരക്ഷ. അപ്പോൾ MHA has denied the security clearance on the grounds of national security. ആൻഡോ അഗസ്റ്റിൻ ഇങ്ങനെ ഒരു റിപ്പോർട്ടർ ഇവിടെ MD എങ്ങനെയായി? അപ്പോൾ ഒരു ദേശീയ സുരക്ഷയുടെ ക്ലിയറൻസ്, MHAയുടെ ക്ലിയറൻസ് കിട്ടാത്ത ഒരാള് എങ്ങനെ റിപ്പോർട്ടർ TVയുടെ MD ആയി? അപ്പോൾ ഇതിന് നിയമപരമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ പുറത്തുവിടട്ടെ, പൊതുജനങ്ങൾ അറിയട്ടെ. അല്ലെങ്കിൽ പറയട്ടെ ഞങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ ഇത് ഒരു ദേശീയ ദുരന്തമായിട്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന്, ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടാണ് പ്രിയപ്പെട്ട നമ്മുടെ മലയാളികൾ ഇതുപോലെ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ചാനലുകൾ ബഹിഷ്കരിക്കണം. 1 മാസമോ 2 മാസമോ കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിനെ നിയമപരമായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത്, നമ്മൾ മാനസികപരമായിട്ട് കൈകാര്യം ചെയ്യണം. ഇതുപോലെയുള്ളൊരു സ്ഥാപനത്തെ, 10,000-കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ, ഇത്രയും അതിൻ്റെ റെപ്യൂട്ടേഷൻ തകർത്താനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനത്തെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വ്യക്തമായിട്ടും ഈ കേരളം അറിയേണ്ടതുണ്ട് ആരാണ് ശരി എന്നുള്ളത്. ഇനി ഇക്കാര്യത്തിൽ ഇപ്പം ഇന്നും വീണ്ടും TV തുറന്ന് ഇതിനെപ്പറ്റിയുള്ള ന്യായങ്ങളും വാദങ്ങളും കൊണ്ടുവരും. അതല്ല വേണ്ടത്. ആദ്യമായിട്ട് അറിയേണ്ടത് ആ ചാനൽ പ്രവർത്തിക്കാനായിട്ടുള്ള രേഖകൾ അവരുടെ കയ്യിലുണ്ടോ? അതുണ്ടെങ്കിൽ പൊതുജനങ്ങളെ കാണിക്കണം. അതിൻ്റെ മുകളിലും അടിയിലും കാണിച്ചാൽ പോരാ, വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ കാണിക്കണം, പുറത്ത് വിടട്ടെ. അതില്ലെങ്കിൽ അടച്ചുപൂട്ടണം. നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അടച്ചുപൂട്ടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാത്രം, ഈ നാടിന് വേണ്ടിയിട്ട്, നിങ്ങൾക്കറിയാം 2021 പിണറായി സർക്കാർ, 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ 1 മാസം 12 പ്രാവശ്യമാണ് കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ കയറി ഇറങ്ങിയത്. 50-100 ആളുകൾ ഒരേ സമയത്ത് വന്ന് ഇതിന് പരിശോധന നടത്തി. ഒരു മൈനർ മിസ്റ്റേക്ക് പോലും എന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഞാൻ അന്ന് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്തു. ഈ ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് തെളിയിച്ചു. അതിൻ്റെ ഫലമോ എനിക്ക് ഈ നാട് വിട്ടിട്ട് എൻ്റെ നിക്ഷേപങ്ങൾ തെലങ്കാനയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നെങ്കിലും ഇന്ന് ഈ കേരളത്തിൽ 10,000 രൂപ മുതൽ മുടക്കി ലക്ഷങ്ങളും കോടികളും മുടക്കിയിരിക്കുന്ന ഒട്ടനവധി ചെറുകിട വൻകിട നിക്ഷേപകർക്ക് എനിക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചു. കേരളത്തിലൊരു നിയമം പാസാക്കി, ഒരു ഫാക്ടറികളിലും ആരും പരിശോധനയ്ക്ക് പാടില്ല. മുൻകൂട്ടി അറിയിച്ചിട്ട് മാത്രമേ പരിശോധനയ്ക്ക് പാടുള്ളൂ. നിയമങ്ങളെല്ലാം മാറ്റി എഴുതി. അപ്പോൾ ഞാൻ ഒരാൾ അതിൽ ബുദ്ധിമുട്ടിയെങ്കിലും പ്രയാസപ്പെട്ടെങ്കിലും കേരളത്തിലെ ചെറുകിട 10,000 രൂപ മുതൽ മുടക്കിയവനെല്ലാം ആശ്വാസമുണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും ഇനി ഒരാളെയും അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ വാർത്തകൾ പുറത്തുവിടാതിരിക്കാനായിട്ടുള്ളൊരു തുടക്കമാണത്. ഇതിന് നമുക്ക് അന്ത്യം കണ്ടേ പറ്റൂ. ഇവിടുത്തെ മലയാളികൾ ഇതിനോടൊപ്പം നിൽക്കണം, സഹകരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.